ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആറ്റുവാശ്ശേരിന്ന് ഇപ്പൊ വിളിച്ചിരുന്നു. അവളെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നാ പറഞ്ഞേ. ആറ്റുവാശ്ശേരിക്കാരൻ എന്തിനാ വിളിച്ചേ? ഇന്നലെ ഇവിടെ നടന്ന കാര്യങ്ങൾ വല്ലതും അറിഞ്ഞു കാണുവോ? ഏയ്, അതൊന്നുമല്ല. ദേവനാരായണൻ തിരുമേനി ഹാർട്ട് സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിലാ. ഇപ്പോഴാ അത് നമ്മളോട് വിളിച്ചു പറയുന്നേ. എന്റെ ഈശ്വര, ഇത്രയും വലിയൊരു കാര്യം നമ്മളോട് മറച്ചു വെക്കേ. എന്താ എടുത്ത് ഈ പറയുന്നത്? ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചല്ലേ അവരോരോന്ന് ചെയ്യുന്നേ. ആ, എന്റെ ചന്ദ്രേട്ടാ, അത്ഭുതമാണ് ഇവിടെ നടക്കുന്നതൊക്കെ. കേട്ടില്ലേ, ദേവനാരായണൻ തിരുമേനി ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കാന്ന്. ഇത്രയും കാലം ഒരുത്തി ഇവിടെ നിന്നതല്ലേ, അവൾക്കൊന്ന് വിളിച്ചു പറയാലോ. എന്തിനാ അവളെ പറയുന്നേ? പ്രിയങ്ക പറഞ്ഞില്ലല്ലോ. നമ്മൾ ആ കുടുംബത്തിന് വലിയ ബഹുമാനമൊക്കെ കൊടുക്കും. അവരുടെ മനസ്സില് നമ്മൾ അത്രേ ഉള്ളൂ എന്നാണ് അർത്ഥം. ഉർവശി, നീ പുറത്തോട്ടൊക്കെ പോയി പ്രിയങ്ക മോളെ ഒന്ന് നോക്കി. ദേവനാരായണൻ തിരുമേനിക്ക് മകളെ കാണണമെന്നും പറഞ്ഞാ വിളിച്ച്. ഇനി നമ്മളായിട്ടത് മുടക്കണ്ട. പ്രിയങ്ക, പ്രിയങ്ക. എന്താ ഇനിയിപ്പൊ ചെയ്യാ? എന്ത് മറുപടി അവരോട് പറയാ? എന്തു പറ്റി പത്മിനി? പ്രിയങ്ക മോളെ എവിടെയൊന്നും കാണുന്നില്ല. അകത്തും അടുക്കളയിലും ഒക്കെ നോക്കി. ഈ പ്രദേശത്തൊന്നും അവളില്ല ഏട്ടത്തി. അയ്യോ, പ്രിയങ്ക പിന്നെ എവിടെ പോയി? ഏട്ടാ, എനിക്ക് തോന്നുന്നത് പ്രിയങ്ക പേടിച്ചിറങ്ങി പോയിട്ടുണ്ടാവുന്ന. ഇന്നലെ വരുൺ എല്ലാവരും കേൾക്കല്ലേ പറഞ്ഞത്, അവളെ പച്ചയ്ക്ക് കത്തിച്ച് കൊന്നുകളയുന്നു. അവനങ്ങനെ പറഞ്ഞൂന്ന് വെച്ച് അങ്ങനെ ചെയ്യണമെന്നുണ്ടോ ചന്ദ്രശേഖര? ദേഷ്യം വരുമ്പോ നീയും നിന്റെ മകനും പലതും വിളിച്ചു പറയാറുണ്ടല്ലോ. പലരെയും കൊല്ലുമെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ കൊന്നിട്ടുണ്ടോ? നമ്മുടെ വരുൺ മോൻ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അത് കേട്ട് പ്രിയങ്ക പേടിച്ചിട്ടുണ്ടാവുന്ന ഞാൻ പറഞ്ഞു. പത്മിനി, നീ വരുണിനെ ഒന്ന് വിളിച്ചോണ്ട് വന്നേ. പരമേശ്വര, ഇനി ഇതിന്റെ പേരിൽ നീ അവനെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട. അവനൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് അവൻ പറയട്ടെ അമ്മേ. എന്തായാലും പ്രിയങ്കയെ കാണാനില്ല എന്നുള്ളത് സത്യം തന്നെയല്ലേ? എന്താ പ്രിയങ്ക ഇവിടെ കാണുന്നില്ല. ഇന്നലെ രാത്രിയിൽ നീയും പ്രിയങ്കയും തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? ഇന്നലത്തെ സംസാരത്തിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. നീ അവളെ കൊല്ലും എന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്നിട്ട് നീ കൊന്നോ?